നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ജില്ലയുടെ വികസന വഴിതെളിച്ച് അടിമാലി കുമളി ദേശീയപാതയുടെ നവീകരണം. പാത കടന്നുപോകുന്നത് ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര മേഖലകളിലൂടെയും വ്യൂ പോയിന്റുകളിലൂടെയും. NH 185 നവീകരണം പൂർത്തിയാകുന്നതോടെ വിനോദസഞ്ചാര മേഖല കൈവരിക്കുക പുത്തനുണർവ്. കട്ടപ്പന നഗരസഭയുടെ വിവിധ മേഖലകളിൽ മാലിന്യം നിക്ഷേപിക്കുന്നവരെ പിടികൂടാൻ നടപടിയുമായി അധികൃതർ. നഗരസഭയുടെ നേതൃത്വത്തിൽ വിവിധ മേഖലകളിൽ ഹൈ റെസൊല്യൂഷൻ ക്യാമറകൾ സ്ഥാപിച്ചു. ഇപ്പോൾ ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുന്നത് സ്ഥിരമായി മാലിന്യ നിക്ഷേപം നടക്കുന്ന മേഖലകൾ കേന്ദ്രീകരിച്ച്. പൂപ്പാറ ടൗണിൽ പാർക്ക് ചെയ്തിരുന്ന പിക്കപ്പ് വാഹനത്തിന്റെ ചില്ലുകൾ തകർക്കുകയും വാഹനത്തിനകത്ത് സൂക്ഷിച്ചിരുന്ന 2 ലക്ഷത്തോളം രൂപ നഷ്ടപ്പെട്ടതായും പരാതി. പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് ശാന്തൻപാറ സ്വദേശി പാറയ്ക്കൽ രാജേന്ദ്രൻ. പരാതി നൽകി ദിവസങ്ങൾ പിന്നിട്ടിട്ടും നടപടി സ്വീകരിക്കാൻ പോലീസ് തയ്യാറായില്ലെന്നും ആരോപണം. അപകടങ്ങൾ ഒഴിയാതെ ഹൈറേഞ്ചിലെ നിരത്തുകൾ. ഉപ്പുതറ വളകോട് പുളിങ്കട്ടയിൽ കാർ മറിഞ്ഞുണ്ടായ അപകടത്തിൽ 4 പേർക്ക് പരിക്ക്. പീരുമേട് കുട്ടിക്കാനത്തിന് സമീപം കാർ തലകീഴായി മറിഞ്ഞ അപകടം. വിശദമായ വാർത്തകൾ. ജില്ലയുടെ വികസന വഴി തെളിച്ച് അടിമാലി കുമളി ദേശീയപാതയുടെ നവീകരണം. ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര മേഖലകളിലൂടെയും വ്യൂ പോയിന്റുകളിലൂടെയുമാണ് പാത കടന്നുപോകുന്നത്. ഇതോടെ വിനോദസഞ്ചാര മേഖലയ്ക്ക് പുത്തൻ ഉണർവാകും. NH 185 നവീകരണം പൂർത്തിയാകുന്നതോടെ കൈവരിക. വികസനത്തിന് വഴിതെളിച്ച് ഇടുക്കി ജില്ലയുടെ മധ്യഭാഗത്തുകൂടി കടന്നുപോകുന്ന അടിമാലി കുമളി ദേശീയപാത വിനോദസഞ്ചാര മേഖലയ്ക്ക് പുത്തൻ പ്രതീക്ഷകൾ നൽകിക്കൊണ്ടാണ് നവീകരണം ആരംഭിക്കുന്നത്. അടിമാലി മുതൽ നിരവധി വിനോദസഞ്ചാര മേഖലകളിലൂടെ കടന്നുവരുന്നു എന്നതിനപ്പുറം നിരവധി വിനോദസഞ്ചാര മേഖലകളെ ബന്ധപ്പെടുത്തുകയുമാണ് NH 185. അടിമാലിയിൽ നിന്നും ആരംഭിക്കുന്ന പാത ആദ്യം കല്ലാറുകുടി ഡാം, റോക്ക് വാട്ടർഫാൾസ് വ്യൂ പോയിന്റ്, പവർ സ്റ്റേഷൻ, പെരിയാർ വ്യൂ പോയിന്റ്, കീരിത്തോട് വ്യൂ പോയിന്റ്, ചേലച്ചൂട് വെള്ളച്ചാട്ടം എന്നിവയിലൂടെ സഞ്ചരിച്ച് ചെറുതോണിയിലെത്തും. പിന്നീട് ഇടുക്കി ഡാമും അനുബന്ധ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുമുണ്ട്. പിന്നീട് ഇടുക്കി ഡാം പാർക്ക്, കാൽവരി മൗണ്ട്, തണ്ണിമല വ്യൂ പോയിന്റ്, നിർമ്മല സിറ്റി വ്യൂ പോയിന്റ്, അഞ്ചുള്ളി ഹിൽ ടോപ്പ് എന്നിവിടങ്ങളിലൂടെ പാത കടന്നു പോകുന്നു. തുടർന്ന് ഇടുക്കിയുടെ വാണിജ്യ നഗരമായ കട്ടപ്പനയിലെത്തും. കട്ടപ്പനയിലെ നിരവധി വിനോദസഞ്ചാര മേഖലകളും പാതയിലൂടെ എത്തുന്നവർക്ക് ആസ്വദിക്കാനാകും. തുടർന്ന് ആനവിലാസം വഴി കുമളിയിലേക്കുള്ള യാത്ര ഏറെ ആസ്വാദികരമാണ്. ഏലക്കാടുകളും വനാന്തരീക്ഷത്തിന് അനുഭവം പകർന്ന ഭീമൻ മരങ്ങളുടെ ഇടയിലൂടെയുള്ള യാത്ര സഞ്ചാരികൾക്ക് നവ്യാനുഭവം പകരും. തുടർന്ന് കുമളിയിലെത്തുന്നതോടുകൂടി നിരവധി വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ് സഞ്ചാരികളെ കാത്തിരിക്കുന്നത്. വിവിധ വിനോദസഞ്ചാര മേഖലകളിലൂടെ കടന്നുവരുന്നു എന്നതിനപ്പുറം മൂന്നാർ തേക്കടി വിനോദസഞ്ചാര മേഖലകളെ ബന്ധിപ്പിക്കുന്ന പ്രധാന നാഷണൽ ഹൈവേ ആയിരിക്കും അടിമാലി കുമളി ദേശീയപാത. ആദ്യഘട്ടത്തിൽ സ്ഥലമെടുപ്പടക്കമുള്ള നടപടികൾ നടത്തും. ഇതിനായി മാത്രം 484 കോടി രൂപയാണ് ചെലവാക്കുക. പദ്ധതി പൂർത്തീകരണത്തിനായി 800 കോടിയോളം രൂപയാണ് പ്രതീക്ഷിക്കുന്നത്. നാഷണൽ ഹൈവേ അതോറിറ്റി വിങ്ങാണ് നിർവഹണം നടത്തുക. അടിമാലി മുതൽ കുമളി വരെയുള്ള ദൂരം 77 കിലോമീറ്ററായി കുറയുമെന്നതും പ്രത്യേകതയാണ്. വീതിയിൽ 2 ലെയർ വിത്ത് പേവിഡ് ഷോൾഡർ രീതിയിലാണ് നിർമ്മാണം. കട്ടപ്പന നഗരസഭയുടെ വിവിധ മേഖലകളിൽ മാലിന്യം നിക്ഷേപിക്കുന്നവരെ പിടികൂടാൻ നടപടിയുമായി അധികൃതർ. നഗരസഭയുടെ നേതൃത്വത്തിൽ വിവിധ മേഖലകളിൽ ഹൈ റെസൊല്യൂഷൻ ക്യാമറകൾ സ്ഥാപിച്ചു. സ്ഥിരമായി മാലിന്യ നിക്ഷേപം നടക്കുന്ന മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുന്നത്. കട്ടപ്പന നഗരസഭയുടെ വിവിധ മേഖലകളിൽ മാലിന്യ നിക്ഷേപം വ്യാപകമായതോടെയാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ ഹൈ റെസൊല്യൂഷൻ ക്യാമറകൾ സ്ഥാപിക്കുന്നത്. AI സാങ്കേതികവിദ്യയോടെ പ്രവർത്തിക്കുന്നതാണ് ക്യാമറകൾ. ദൃശ്യങ്ങൾ അപ്പോൾ തന്നെ കട്ടപ്പന നഗരസഭയിൽ ക്രമീകരിച്ചിരിക്കുന്ന സെർവറിൽ എത്തുകയും ചെയ്യും. ഓരോ ദിവസവും ക്യാമറകളുടെ ദൃശ്യങ്ങൾ നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പരിശോധിക്കുകയും ചെയ്യുമെന്ന് ക്ലീൻ സിറ്റി മാനേജർ ജിൻസറീഖ് പറഞ്ഞു. മാലിന്യം നിക്ഷേപിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നിരവധി പിഴ ചുമത്തുകയും അതുപോലെ തന്നെ അത്തരത്തിലുള്ള മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിന്റെ അളവ് നിലവിൽ കുറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും മറ്റു പല പ്രധാന പോയിന്റുകളിലും റോഡുകളിലും മാലിന്യം നിക്ഷേപിക്കുന്ന പ്രവണത വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് നമ്മൾ എല്ലാ മേഖലകളിലും AI ക്യാമറ ഉൾപ്പെടെയുള്ള ക്യാമറ സ്ഥാപിക്കുന്നതിന് പ്രൊജക്റ്റ് വയ്ക്കുകയും അതിൻ്റെ ക്യാമറ സ്ഥാപിക്കുന്ന നടപടികൾ ഇപ്പോൾ പൂർത്തീകരിച്ചു വരികയാണ്. ഇപ്പോൾ നമ്മുടെ നഗരത്തിൻ്റെ 9 ഭാഗങ്ങളിലാണ് ഇപ്പോൾ ക്യാമറ സ്ഥാപിക്കുന്നത്. അതിൽ 2 AI ക്യാമറയാണ്. കട്ടപ്പന നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മാലിന്യ നിക്ഷേപത്തിന് തടയാൻ വിവിധ തരത്തിലുള്ള പ്രവർത്തനമാണ് നടത്തിവരുന്നത്. ഇതിനോടകം തന്നെ മാലിന്യ നിക്ഷേപത്തിന് ഒരു പരിധിവരെ തടയിടാൻ കഴിഞ്ഞിട്ടുമുണ്ട്. എന്നാൽ ഇതിനെയെല്ലാം മറികടന്ന മാലിന്യ നിക്ഷേപം നടത്തുന്നവരെ കണ്ടെത്താനാണ് വിവിധ മേഖലകളിൽ ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 9 ഇടങ്ങളിലാണ് ക്യാമറകൾ സ്ഥാപിക്കുന്നത്. ഇതിൽ 2 AI സാങ്കേതികവിദ്യയിലാണ് പ്രവർത്തിക്കുന്നത്. വരുന്ന ആളുകളിൽ കൂടുതൽ മേഖലകളിലും ക്യാമറകൾ സ്ഥാപിക്കാനാണ് തീരുമാനം. പൂപ്പാറ ടൗണിൽ പാർക്ക് ചെയ്തിരുന്ന പിക്കപ്പ് വാഹനത്തിന്റെ ചില്ലുകൾ തകർക്കുകയും വാഹനത്തിനകത്ത് സൂക്ഷിച്ചിരുന്ന 2 ലക്ഷത്തോളം രൂപ നഷ്ടപ്പെട്ടതായും പരാതി. ശാന്തൻപാറ സ്വദേശി പാറയ്ക്കൽ രാജേന്ദ്രനാണ് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. എന്നാൽ പരാതി നൽകി ദിവസങ്ങൾ പിന്നിട്ടിട്ടും നടപടി സ്വീകരിക്കാൻ പോലീസ് തയ്യാറാകുന്നില്ലെന്നും ഇദ്ദേഹം ആരോപിച്ചു. അതേസമയം CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയാണെന്ന് ശാന്തൻപാറ പോലീസ് അറിയിച്ചു. കഴിഞ്ഞ 11-ാം തീയതിയാണ് സംഭവം നടന്നത്.
പൂപ്പാറയിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ AI ക്യാമറയ്ക്ക് മുൻപിലായി പാർക്ക് ചെയ്തിരുന്ന പിക്കപ്പ് വാഹനത്തിന്റെ ചില്ലുകൾ തകർത്താണ് സാമൂഹിക വിരുദ്ധർ പണം അപഹരിച്ചിരിക്കുന്നത്. ശാന്തൻപാറ സ്വദേശി പാറയ്ക്കൽ രാജേന്ദ്രന്റെ വാഹനത്തിൽ നിന്നുമാണ് പണം അപഹരിച്ചത്. രാജേന്ദ്രന്റെ മകന്റെ കയ്യിലായിരുന്നു വാഹനം. സാങ്കേതിക തകരാറിനെ തുടർന്ന് പൂപ്പാറ AI ക്യാമറയ്ക്ക് മുൻപിലായി വാഹനം പാർക്ക് ചെയ്യുകയായിരുന്നു. തുടർന്ന് പിറ്റേ ദിവസം വാഹനം എടുക്കുവാൻ എത്തിയപ്പോഴാണ് മുൻവശത്തെ ചില്ല തകർത്തിരിക്കുന്നതായും വണ്ടിക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന 2,40,000 രൂപ മോഷ്ടിക്കപ്പെട്ടതായും അറിയുന്നത്. തുടർന്ന് രാജേന്ദ്രൻ ശാന്തൻപാറ പോലീസിൽ പരാതി നൽകി. എന്നാൽ ഒരാഴ്ച പിന്നിട്ടിട്ടും പോലീസ് നടപടിയെടുക്കാൻ തയ്യാറായിട്ടില്ലെന്നാണ് രാജേന്ദ്രന്റെ പരാതി. പിന്നെ രാവിലെ കൊച്ചു വണ്ടി ബുള്ളറ്റുമായിട്ട് വരുന്ന സമയത്ത് പുറത്തോട്ട് തിരിഞ്ഞ് കഴിയുമ്പോൾ ക്ലാസ് റൂട്ടിൽ കണ്ടു. അതിൽ 2 മണി എന്നെ വിളിച്ചറിയിച്ചു. ഞാൻ വൈകിട്ട് 3 മണി 4 മണി 5 മണി പരാതി കൊടുത്തിട്ടുള്ള പോലീസ് ഇതുവരെ അന്വേഷിച്ചിട്ടില്ല. വണ്ടിക്കകത്ത് ഗ്ലാസ് പൊട്ടി ഡാഷ് വലിച്ചു കുറച്ച് 2,50,000 എൻ്റെ വണ്ടിക്കകത്ത് എടുത്തുപോയി. തോന്നുന്നത് ഞാൻ ഈയിടെ സ്ഥലം മേടിച്ചിട്ടുണ്ടായിരുന്നു. സ്ഥലം മേടിക്കാണ്ട് വട്ടപ്പാറ മേടിക്കാൻ പോയി അതിന് കൊടുക്കാത്ത പൈസ. പോലീസ് എത്തി അന്വേഷണം ആരംഭിക്കാത്തതിനാൽ ഇവിടെ നിന്ന് വാഹനം മാറ്റുവാനും കഴിഞ്ഞിട്ടില്ല. ഇതോടെ ഒരാഴ്ചക്കാലമായി വാഹനത്തിന് ലഭിക്കേണ്ട ഓട്ടവും നഷ്ടപ്പെട്ടു. അതേസമയം സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായും മോട്ടോർ വാഹന വകുപ്പിനോട് CCTV ദൃശ്യങ്ങൾ നൽകുവാൻ അപേക്ഷ നൽകിയതായും ശാന്തൻപാറ പോലീസ് അറിയിച്ചു. ഉപ്പതറ വളകോട് പുളിങ്കട്ടയിൽ കാർ മറിഞ്ഞുണ്ടായ അപകടത്തിൽ 4 പേർക്ക് പരിക്ക്. പുള്ളിക്കാനം കോൺവെന്റിലെ സിസ്റ്റർമാർ സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റവരിൽ ഒരാളുടെ നില ഗുരുതരമാണെന്നാണ് വിവരം. വളകോട്ടിൽ മരണവീട്ടിലേക്ക് വന്നവർ സഞ്ചരിച്ചിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. പുള്ളിക്കാനത്തുള്ള കോൺവെന്റിലെ സിസ്റ്റർമാർ സഞ്ചരിച്ചിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. വളകോട്ടിലെ മരണവീട്ടിലേക്ക് വന്നവർ സഞ്ചരിച്ച കാറാണ് മരിയ വളവിന് മുകളിൽ നിന്നും താഴേക്ക് പതിച്ചത്. കാറിൽ 4 സിസ്റ്റർമാരാണ് ഉണ്ടായിരുന്നത്. ഇവർ 4 പേർക്കും പരിക്കേറ്റു. ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണെന്നാണ് വിവരം. പരിക്കേറ്റവരെ വാഗമണിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം പാല മെഡിസിറ്റിയിൽ പ്രവേശിപ്പിച്ചു. വളവ് തിരിഞ്ഞ ശേഷം കാർ നേരെയാകാതെ താഴേക്ക് പതിക്കുകയായിരുന്നു. വാഹനം മറിഞ്ഞ ഭാഗത്ത് ക്രാഷ് ബാരിയറുകളോ മറ്റ് സുരക്ഷാ സംവിധാനങ്ങളോ ഉണ്ടായിരുന്നില്ല. അപകടത്തിൽ വാഹനം പൂർണ്ണമായും തകർന്നു. പീരുമേട് കുട്ടിക്കാനത്തിന് സമീപം കാർ തലകീഴായി മറിഞ്ഞ അപകടം. എയർപോർട്ടിൽ പോയി തിരികെ വരികയായിരുന്ന പാമ്പനാർ സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. എറണാകുളത്ത് എയർപോർട്ടിൽ പോയി തിരികെ വരികയായിരുന്ന പാമ്പനാർ സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. പീരുമേട് കുട്ടിക്കാനത്തിന് സമീപമായിരുന്നു അപകടം. ഡ്രൈവർ ഉറങ്ങിപ്പോയതിനെ തുടർന്ന് റോഡിന്റെ എതിർവശത്തെ ഭിത്തിയിലേക്ക് വാഹനം ഇടിച്ചു കയറുകയായിരുന്നു. തുടർന്ന് വാഹനം തലകീഴായി മറിഞ്ഞു. വാഹനത്തിൽ 4 യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. ഇവർ ചെറിയ പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ഹൈവേ പോലീസ് സ്ഥലത്തെത്തിയാണ് മേൽ നടപടികൾ സ്വീകരിച്ചത്. വാഹനത്തിലുണ്ടായിരുന്നവരെ ആശുപത്രിയിലേക്ക് മാറ്റി. അപകടത്തിൽ വാഹനത്തിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചു. കട്ടപ്പന പുളിയന്മല പോലീസ് വളവിന് സമീപം വാടക വീട്ടിൽ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി. പൊൻകുന്നം ആനിക്കാട് സ്വദേശി KS മോഹനനെയാണ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഏതാനും വർഷങ്ങളായി മോഹനൻ ഏലത്തോട്ടം പാട്ടത്തിനെടുത്തും മറ്റ് ജോലികളിൽ ഏർപ്പെട്ടും കട്ടപ്പന പോലീസ് വളവിന് സമീപത്തെ വാടക വീട്ടിൽ താമസിച്ചു വരികയായിരുന്നു. മോഹനൻ ഒറ്റയ്ക്കായിരുന്നു താമസം. ഇദ്ദേഹത്തിന് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടായിരുന്നതായാണ് വിവരം. പണിക്കാരൻ വീട്ടിലെത്തിയപ്പോഴാണ് മോഹനനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹത്തിന് ഏതാനും ദിവസങ്ങളുടെ പഴക്കമുണ്ടെന്നാണ് വിവരം. തുടർന്ന് കട്ടപ്പന പോലീസിൽ വിവരം അറിയിച്ചു. മരണത്തിൽ അസ്വാഭാവികത ഇല്ലെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. നടപടിക്രമങ്ങൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ശാന്തൻപാറ പേത്തൊട്ടിയിൽ 1.5 വയസ്സുള്ള കുട്ടി ബക്കറ്റിലെ വെള്ളത്തിൽ വീണ് മരിച്ചു. അതിഥി തൊഴിലാളികളുടെ 1.5 വയസ്സുള്ള പെൺകുട്ടിയാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് സംഭവം നടന്നത്. കൂത്താട്ടുകുളം സ്വദേശികളുടെ ഉടമസ്ഥതയിലുള്ള ഏലത്തോട്ടത്തിൽ ജോലി ചെയ്യുന്ന മധ്യപ്രദേശ് സ്വദേശികളായ ഭഗദേവ് സിംഗ്, ഭഗൽവതി എന്നിവരുടെ കുട്ടിയാണ് മരിച്ചത്. ബാത്റൂമിലെ ബക്കറ്റിലെ വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരുന്ന കുട്ടി അബദ്ധത്തിൽ വെള്ളത്തിലേക്ക് വീഴുകയായിരുന്നുവെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവം അറിഞ്ഞതോടെ ശാന്തൻപാറ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. മൂന്നാറിന് അനുവദിച്ച മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ നിർമ്മാണത്തിനായി അനുവദിച്ച ഭൂമിയുടെ കൈമാറ്റം നടപ്പാക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ പദ്ധതി നഷ്ടപ്പെടാതിരിക്കാൻ ഹൈക്കോടതി ഇടപെടൽ. പദ്ധതി നഷ്ടമാകാതിരിക്കാൻ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ വിശദീകരിക്കാനാണ് ഹൈക്കോടതി സർക്കാരിനോട് ആവശ്യപ്പെട്ടത്. ആശുപത്രി മൂന്നാറിന് നഷ്ടമാകുമെന്ന് കണ്ട് സെന്റർ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ഭാരവാഹികൾ കോടതിയെ സമീപിച്ചതിനെ തുടർന്നാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ. ദേവികുളം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന് സമീപമുള്ള 5 ഏക്കർ റവന്യൂ ഭൂമിയാണ് പദ്ധതിക്കായി അനുവദിച്ചത്. 1 വർഷത്തിനുള്ളിൽ ഭൂമി ഏറ്റെടുക്കൽ പൂർത്തിയാക്കി കെട്ടിട നിർമ്മാണം ആരംഭിക്കണമെന്നും അല്ലാത്തപക്ഷം ഭൂമി കൈമാറ്റ നടപടികൾ റദ്ദാക്കുമെന്നുമായിരുന്നു 2024 ഏപ്രിലിലെ കരാറിലുണ്ടായിരുന്നത്. എന്നാൽ കരാർ കാലാവധി അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ആരോഗ്യവകുപ്പ് ഒരു നടപടിയും ആരംഭിച്ചിട്ടില്ല.
ഇതോടെയാണ് സ്പെഷ്യാലിറ്റി ആശുപത്രി മൂന്നാറിന് നഷ്ടപ്പെടുമെന്ന ആശങ്ക ഉയർന്നത്. ഈ സാഹചര്യത്തിലായിരുന്നു സെന്റർ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ഭാരവാഹികൾ വിഷയത്തിൽ കോടതിയെ സമീപിച്ചതും പദ്ധതി നഷ്ടമാകാതിരിക്കാൻ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ വിശദീകരിക്കാൻ ഹൈക്കോടതി സർക്കാരിനോട് ആവശ്യപ്പെട്ടത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ രാഷ്ട്രീയ നേതൃത്വമോ മറ്റു ഉദ്യോഗസ്ഥ വൃന്ദത്തിലോ യാതൊരു നടപടി എടുക്കാതെ ഇരിക്കുമ്പോൾ ഈ ആശുപത്രി നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യത ഉണ്ട്. അപ്പോൾ ഈ ആശുപത്രി എങ്ങനെയെങ്കിലും നടപ്പിലാക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ നിയമപരമായിട്ട് കോടതിയിൽ സമീപിക്കാനായിട്ട് ഉദ്ദേശിച്ചത്. അതിന്റെ ഭാഗമായിട്ട് സെന്റർ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് സോഷ്യൽ ജസ്റ്റിസ് എന്ന ഒരു മനുഷ്യാവകാശ സംഘടനയുടെ പേരിൽ കോടതിയിൽ ഈ പദ്ധതി നഷ്ടപ്പെടാതിരിക്കുവാനായിട്ട് ഒരു റിട്ട് പെറ്റീഷൻ നൽകുകയും അതേ തുടർന്ന് ഒരു കോടതി തന്നെ അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് ഒരു ഉത്തരവ് നൽകിയിട്ടുമുണ്ട്. അതിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ സർക്കാരിനോട് കൗണ്ടർ അഫിഡാവിറ്റ് നൽകുവാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ മൂന്നാറിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതീക്ഷ നൽകുന്നു. ഈ പദ്ധതി നഷ്ടപ്പെടാതിരിക്കുവാനായിട്ടുള്ള എല്ലാവിധമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇതിലൂടെ സംജാതമായിരിക്കുന്നത്. 78.25 കോടി രൂപ ചെലവിട്ട് ആശുപത്രി നിർമ്മിക്കാനായിരുന്നു ആരോഗ്യവകുപ്പിന്റെ തീരുമാനം. കിഫ്ബിയുടെ സഹകരണത്തോടെ ആശുപത്രി നിർമ്മിക്കാനാണ് സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നത്. പദ്ധതിക്ക് ഗവർണറുടെ അനുമതിയും ലഭിച്ചിരുന്നു. തോട്ടം ആദിവാസി മേഖലകൾ ഉൾപ്പെടുന്ന മൂന്നാർ മേഖലയിൽ പതിറ്റാണ്ടുകളായി ചികിത്സാ സൗകര്യമില്ല. നിലവിൽ കോട്ടയം, കൊച്ചി, തേനി എന്നിവിടങ്ങളിലെത്തിയാണ് മേഖലയിലുള്ള രോഗികൾ വിദഗ്ധ ചികിത്സ ലഭ്യമാക്കുന്നത്. യാക്കോബായ സഭയുടെ പുതിയ ഇടയനായ ശ്രേഷ്ഠ കാത്തോലിക്ക ആബൂൻ മോർ ബസേലിയോസ് ജോസഫ് ബാവയ്ക്ക് നൽകുന്ന സ്വീകരണത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. 21-ാം തീയതിയാണ് ബാവ ജില്ലയിലേക്ക് എത്തുന്നത്. ഈ മാസം 21-ാം തീയതി 3 മണിക്ക് ഇടുക്കിയിലേക്ക് എത്തുന്ന ബാവയ്ക്ക് സ്വീകരണവും അനുമോദനവും നൽകുവാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി യാക്കോബ സഭ ഹൈറേഞ്ച് മേഖലാ മെത്രാപ്പോലിത്ത ഡോക്ടർ ഏലിയാസ് മാർ അത്താനാസിയോസ് അറിയിച്ചു. 21-ാം തീയതി ശ്രേഷ്ഠ കാതോലിക്ക ആബൂന്മാർ ബസേലിയോസ് ജോസഫ് ബാവ തിരുമനസ്സുകൊണ്ട് ഒരു പക്ഷേയെങ്കിലിതംപ്രദമായിട്ടാണ് ഹൈറേഞ്ചിലും മറ്റ് പള്ളികളിലും ഒരു മേഖല അല്ലെങ്കിൽ ഭദ്രാസന അടിസ്ഥാനത്തിൽ പങ്കെടുക്കുന്നത് ഒരു പക്ഷേ ഇവിടെ തന്നെ ആയിരിക്കാം. അങ്ങനെ 21-ാം തീയതി ശ്രേഷ്ഠ ബാവ തിരുമനസ്സുകൊണ്ട് ഹൈറേഞ്ചിലേക്ക് എഴുന്നള്ളുകയാണ്. ഹൈറേഞ്ചിലേക്ക് എഴുന്നള്ളുന്നതായ സാഹചര്യത്തിൽ ബാവയെ സംബന്ധിച്ചിടത്തോളം എഴുന്നള്ളി വരുമ്പോൾ ബാവ അങ്കമാലി ഭദ്രാസനത്തിന് മെത്രാപ്പൊലിത്ത കൂടിയാണ്. അപ്പോൾ ഹൈറേഞ്ച് മേഖല ശ്രേഷ്ഠ ബാവയെ സ്വീകരിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. മുരിക്കൻതൊട്ടി സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളിയിലെ ഗീവർഗി സഹദായുടെയും പരിശുദ്ധ അബ്ദുൾ ജലീൽ മോർ ഗ്രിഗോറിയോസ് ബാവയുടെയും ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ചാണ് ശ്രേഷ്ഠ കാതോലിക്ക ബാവ ഹൈറേഞ്ചിലേക്ക് എത്തുന്നത്. അടിമാലിയിൽ സ്വീകരണം ഏറ്റുവാങ്ങിയ ശേഷം വൈകിട്ട് 3 മണിക്ക് രാജാക്കാട് ബസീലിയോസ് ചാപ്പലിലും രാജകുമാരി ബസീലിയോസ് ചാപ്പലിലും സ്വീകരണം നൽകും. തുടർന്ന് മുരിക്കൻതൊട്ടി പള്ളിയിലേക്ക് എത്തിച്ചേരുന്ന ബാവയ്ക്ക് ഹൈറേഞ്ച് മേഖലയുടെ സ്വീകരണവും അനുമോദന പൊതുസമ്മേളനവും നടക്കും. പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിൽ നിന്നും ശ്രേഷ്ഠ കാതോലിക്കയായി അഭിഷിക്തനായി ഹൈറേഞ്ച് ഭദ്രാസനത്തിലേക്ക് ആദ്യമായി എഴുന്നള്ളി വരുന്ന ബാവായ്ക്ക് രാവിലെ 11:30 മണിക്ക് വളറ സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് പള്ളിയുടെ അങ്കണത്തിൽ വെച്ച് സ്വീകരിച്ച് 100 കണക്കിന് വാഹനങ്ങളുടെ അകമ്പടിയോടെ ഭദ്രാസന ആസ്ഥാനത്ത് എത്തിച്ചേരുന്ന ബാവായ്ക്ക് ഭദ്രാസനത്തിന്റെ സ്വീകരണവും തുടർന്ന് അവിടെ നിന്ന് 2 മണിക്ക് ബാവ ഈ പരിശുദ്ധ ദേവാലയത്തിലേക്ക് പുറപ്പെടുകയാണ്. വാഹന അകമ്പടിയോടുകൂടി 4 മണിക്ക് രാജകുമാരി പരിമലമോർ ഗ്രിഗോറിയോസ് കുരിശലിൽ എത്തിച്ചേരുന്ന ബാവയെ രാജകുമാരി സെന്റ് ജോൺസ് ഗലീലാക്കുന്ന് പള്ളിയുടെയും ഹൈറേഞ്ചിലെ എല്ലാ ദൈവാലയങ്ങളുടെയും സംയുക്താഭിമുഖ്യത്തിൽ സ്വീകരിച്ച് തുറന്ന വാഹനത്തിൽ ബാസിലിയോസ് ചാപ്പലിൽ എത്തിച്ചേർന്ന് ധൂപ്രാർത്ഥന നടത്തി ബാബ കൃത്യം 4:45 മുരിക്കൻതൊട്ടി സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളിയുടെ ഗീവർഗീസ് സഹദാ കുരിശിൽ എത്തിച്ചേരുമ്പോൾ ആയിരക്കണക്കിന് വിശ്വാസികൾ ബാവയ്ക്ക് ഭക്തി നിർഭരമായി സ്വീകരണം നൽകി ദേവാലയത്തിലേക്ക് ആനയിക്കുകയും ധൂപപ്രാർത്ഥനാനന്തരം കൃത്യം 5 മണിക്ക് തന്നെ അനുമോദന സമ്മേളനം നടത്തപ്പെടുമ്പോൾ ശ്രേഷ്ഠ കാതോലിക്ക ബാവയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പെരുന്നാൾ തിരുക്കർമ്മങ്ങളും അബ്ദുൾ ജലീൽ മോർ ഗ്രിഗോറിയോസ് ബാവയുടെ തിരുശിഷിപ്പ് വണക്കവും നടക്കും. മൂന്നാർ സെറ്റിൽമെന്റ് നഗറിൽ നിന്നും മാട്ടുപ്പെട്ടി റോഡുമായി ബന്ധിപ്പിക്കുന്ന ബൈപ്പാസ് റോഡ് നവീകരിച്ചു. നവീകരിച്ച റോഡിന്റെ ഉദ്ഘാടനം എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് നിർവഹിച്ചു. മൂന്നാർ പഞ്ചായത്തിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും 10 ലക്ഷം രൂപ വകയിരുത്തിയാണ് റോഡ് നിർമ്മാണം നടത്തിയത്.
പ്രദേശവാസികളും വിനോദസഞ്ചാരികളും ഒരേപോലെ ഉപയോഗിക്കുന്ന റോഡാണ് മൂന്നാർ സെറ്റിൽമെന്റ് നഗറിൽ നിന്നും മാട്ടുപ്പെട്ടി റോഡുമായി ബന്ധിപ്പിക്കുന്ന ബൈപ്പാസ് റോഡ്. ഏറെ നാളുകളായി ഈ റോഡ് തകർന്നു കിടക്കുകയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് അംഗം മാർഷ് പീറ്ററിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും 10 ലക്ഷം രൂപ വകയിരുത്തിയാണിപ്പോൾ റോഡ് നവീകരിച്ചത്. നവീകരിച്ച റോഡിന്റെ ഉദ്ഘാടനം എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് നിർവഹിച്ചു. ഈ പ്രദേശത്ത് എത്രത്തോളം റോഡ് ശൃംഖലകൾ അത് മെച്ചപ്പെട്ട സ്ഥിതിയിലായാലും അത് കൂടുതൽ ഗുണകരമാണ്. ഇവിടെ വരുന്ന മുഴുവൻ ആളുകൾക്കും നാട്ടുകാർക്കും ഒക്കെ പ്രയോജനപ്പെടുന്ന വിധത്തിൽ വളരെ പ്രതീക്ഷാനിർഭരമായ ഒരു പദ്ധതി തയ്യാറാക്കി നടപ്പിലാക്കിയ പഞ്ചായത്ത് ഭരണസമിതിയെ പ്രത്യേകിച്ച് പഞ്ചായത്ത് മെമ്പർ മുൻ വൈസ് പ്രസിഡന്റ് ഒക്കെ ആയിട്ടുള്ള ശ്രീ പീറ്ററിനെ ഞാൻ പ്രത്യേകമായി ഇപ്പോഴും വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ പീറ്റർ അദ്ദേഹത്തെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ പദ്ധതിയിൽ അണിചേർന്നിട്ടുള്ള അല്ലെങ്കിൽ ഇത് നടപ്പിലാക്കാൻ വേണ്ടി പരമാവധി പരിശ്രമിച്ചിട്ടുള്ള എല്ലാ ആളുകളെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. ഈ ചടങ്ങ് ഔപചാരികതയുടെ പേരിൽ ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. നന്ദി, ജയ് ഹിന്ദ്. ചടങ്ങിൽ മുൻ എം.എൽ.എ. എ.കെ. മണി, ഗ്രാമപഞ്ചായത്ത് അംഗം മാർഷ് പീറ്റർ, എസ് വിജയകുമാർ, ജി മുനിയാണ്ടി, ഡി കുമാർ, സി നെൽസൺ എന്നിവർ സംസാരിച്ചു. 180 മീറ്റർ ദൂരത്തിൽ 4 മീറ്റർ വീതിയിലാണ് റോഡ് നവീകരിച്ചിട്ടുള്ളത്. തൊടുപുഴ പുളിയന്മല സംസ്ഥാന പാതയിൽ കട്ടപ്പന പുളിയന്മല പാറക്കടവ് റോഡിൽ രൂപപ്പെട്ടിരിക്കുന്ന കുഴികൾ ഇരുചക്ര വാഹന യാത്രക്കാർക്ക് അടക്കം അപകടക്കെണിയാകുന്നു. കാഴ്ചയിൽ ചെറിയ കുഴികളാണെങ്കിലും ഇതിന്റെ ആഴം വലുതാണ്. കൂടാതെ വിവിധ ഭാഗങ്ങളിൽ റോഡിന്റെ വശങ്ങളിൽ വലിയ രീതിയിലുള്ള കട്ടിങ്ങും രൂപപ്പെട്ടിട്ടുണ്ട്. പ്രധാന പാതയായതിനാൽ നിരവധി വാഹനങ്ങളാണ് രാത്രിയിലും പകലുമായി ഇതുവഴി കടന്നു പോകുന്നത്. കയറ്റിറക്കങ്ങളും വലിയ വളവുകളുമുള്ള ഈ പാതയിൽ വിവിധയിടങ്ങളിൽ രൂപപ്പെട്ടിരിക്കുന്ന കുഴികൾ വാഹനയാത്രക്കാർക്ക് വലിയ അപകടക്കെണിയാണ്. പ്രധാനമായും ഇരുചക്ര വാഹനയാത്രക്കാർക്കാണ് ഭീഷണി. ഈ കുഴികളിൽ പതിക്കാതിരിക്കാൻ വാഹനങ്ങൾ വെട്ടിച്ചു മാറ്റുമ്പോൾ അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കുഴികളിലടുത്തെത്തുമ്പോൾ വാഹനങ്ങൾ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുമ്പോഴും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. കൂടാതെ ഈ പാതയുടെ വശങ്ങളിൽ ഉണ്ടായിരിക്കുന്ന കട്ടിങ്ങുകളും വലിയ അപകട ഭീഷണിയാണ് ഉയർത്തുന്നത്. കഴിഞ്ഞ മഴക്കാലം മുതലേ ഉള്ള കുഴികളാണ് ഇത്. അധികൃതർ ഇത് കാണുന്നില്ല. ഇത് നിരന്തരം വണ്ടികൾ അപകടത്തിൽപ്പെട്ടുകൊണ്ടിരിക്കുക. എന്നുവെച്ചാൽ ഒരു ബൈക്ക് വന്ന് ചാടിയാൽ അറിയത്തില്ല, ടയർ മുഴുവനായി കുഴി ചാടുക. അപ്പത്തേനും ആൾക്കാർക്കുന്ന ക്ഷതം എന്ന് പറഞ്ഞാൽ ഭയങ്കര. അത് ചുമ്മാ കാറെ പോകുന്ന നേതാക്കന്മാർക്ക് ഇത് അറിയത്തില്ല. നല്ല രീതിയിലുള്ള കുഴികളാണിത്. കാഴ്ചയിൽ ചെറിയ കുഴിയാണെങ്കിലും ഈ കുഴികൾക്ക് വലിയ ആഴമുണ്ട്. വാഹനങ്ങൾ ഈ കുഴിയിൽ പതിച്ചാൽ വാഹനത്തിൽ ഇരിക്കുന്നവർക്കുണ്ടാകുന്ന ആഘാതവും വലുതാണ്. പൊതുമരാമത്ത് വകുപ്പിൽ പരാതി അറിയിച്ചിട്ടും കുഴികൾ അടയ്ക്കുവാൻ നിസ്സംഗതയാണ് അധികാരികൾ കാണിക്കുന്നതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ഈ പാതയെ മലയോര ഹൈവേയായി ഉയർത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും ഇതിലും നടപടി വൈകുകയാണ്. മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രങ്ങളിലൊന്നായ കോട്ടപ്പാറ വ്യൂ പോയിന്റിൽ കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുങ്ങുന്നു. പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് നേതൃത്വത്തിൽ ഇവിടെ വാച്ച് ടവറിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. ലൈറ്റ് ഹൗസ് മാതൃകയിലാണ് വാച്ച് ടവർ നിർമ്മിക്കുന്നത്. കോട്ടപ്പാറ വ്യൂ പോയിന്റിലേക്ക് കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കുകയാണ് ലക്ഷ്യം. ദിവസവും നിരവധി വിനോദസഞ്ചാരികൾ എത്തുന്ന ഇടങ്ങളിലൊന്നാണ് പള്ളിവാസൽ പഞ്ചായത്ത് പരിധിയിൽ വരുന്ന കോട്ടപ്പാറ വ്യൂ പോയിന്റ്. ദൂരേക്കുള്ള പരന്ന കാഴ്ചകളും കുളിരാർന്ന അന്തരീക്ഷവുമാണ് സഞ്ചാരികളെ കൂടുതലായി ഇവിടേക്ക് ആകർഷിക്കുന്നത്. മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ ഇടത്താവളങ്ങളിലൊന്നായ കോട്ടപ്പാറ വ്യൂ പോയിന്റിൽ കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുങ്ങുകയാണ്. പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇവിടെ വാച്ച് ടവറിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നുണ്ട്. ലൈറ്റ് ഹൗസ് മാതൃകയിലാണ് വാച്ച് ടവർ നിർമ്മിക്കുന്നത്. കോട്ടപ്പാറ വ്യൂ പോയിന്റിലേക്ക് കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കുകയാണ് ലക്ഷ്യമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി.ജി. പ്രതീഷ് കുമാർ പറഞ്ഞു. മാത്രമല്ല അവിടെ കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിന് വേണ്ടി അങ്ങനെ കൂടുതൽ വിനോദസഞ്ചാരികൾ ആളുകൾ അങ്ങോട്ട് വരുവാണെങ്കിൽ, കടന്നു വരുവാണെങ്കിൽ കുരിശുപാറ മേഖലയിൽ ഒരു വലിയ വികസനം ടൂറിസത്തിൻ്റെ ഭാഗമായി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് പഞ്ചായത്ത് അവിടെ ഒരു ലൈറ്റ് ഹൗസ്, വാച്ച് ടവർ മോഡലിലുള്ള ഒരു ലൈറ്റ് ഹൗസ്, അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചു. തുടർന്ന് അവിടെ ഒരു ടേക്ക് ബ്രേക്കും കൂടെ നിർമ്മിക്കുന്നുണ്ട്. അതിന് വേണ്ട സ്ഥലം നമ്മുടെ സുരേന്ദ്രൻ ചേട്ടൻ അദ്ദേഹം സൗജന്യമായി തന്നെ പഞ്ചായത്തിന് തന്നു. കുരിശുപാറ സ്വദേശി എ.ബി. സുരേന്ദ്രൻ സൗജന്യമായി വിട്ടു നൽകിയ ഭൂമിയിലാണ് വാച്ച് ടവറിന്റെ നിർമ്മാണം നടക്കുന്നത്. വാച്ച് ടവറിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ കോട്ടപ്പാറയുടെയും സമീപ പ്രദേശങ്ങളുടെയും കാഴ്ചകൾ കൂടുതൽ ഉയരത്തിൽ നിന്ന് വിശാലമായി കണ്ട് ആസ്വദിക്കാനാകും. വാച്ച് ടവറിനോടനുബന്ധിച്ച ശുചിമുറികളടക്കം കൂടുതൽ അടിസ്ഥാന സൗകര്യ വർധനവിനും പഞ്ചായത്ത് ലക്ഷ്യമിടുന്നുണ്ട്. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം,
വിശ്വസ്ത കരങ്ങളിലൂടെ. ഈസ്റ്ററിനെ വരവേറ്റ ഈസ്റ്റർ ലില്ലി പൂക്കൾ കൂട്ടത്തോടെ വിരിഞ്ഞു. ഹൈറേഞ്ചിന്റെ ഒട്ടുമിക്ക മേഖലകളിലും ഈസ്റ്റർ ലില്ലികൾ വർണ്ണവസന്തം ഒരുക്കിയിട്ടുണ്ട്. 6ഉം 7ഉം ഇതളുകളുള്ള ചുവപ്പും ഓറഞ്ചും കലർന്ന പുഷ്പങ്ങളാണ് ഈസ്റ്റർ ലില്ലിയുടേത്. ഏപ്രിലിൽ വേനൽമഴ പെയ്തിറങ്ങിയതോടെ ഹൈറേഞ്ചിൽ ലില്ലിപ്പൂക്കൾ കൂട്ടത്തോടെ വിടർന്ന് കാഴ്ചയുടെ വർണ്ണ വസന്തമൊരുക്കുകയാണ്. അടുത്തടുത്ത് നിരനിരയായി വളർന്നു നിൽക്കുന്ന ഈസ്റ്റർ ലില്ലികൾ കാണാൻ വലിയ ചന്തമാണ്. ഏപ്രിൽ ലില്ലി എന്നും ഈസ്റ്റർ ലില്ലി എന്നും അറിയപ്പെടും. ഹൈറേഞ്ചിന്റെ മലയോര മേഖലയിൽ കണ്ടുവരുന്ന ഈസ്റ്റർ ലില്ലിപ്പൂക്കൾ വിദേശ ഇനത്തിൽപ്പെട്ട സസ്യമാണ്. ദക്ഷിണ അമേരിക്കയിലെ ഉഷ്ണമേഖലാ പ്രദേശങ്ങളാണ് ഇവയുടെ സ്വദേശം. ബാർബഡോസ് ലില്ലി, കൊക്കോവ ലില്ലി എന്നിങ്ങനെയും ഈസ്റ്റർ ലില്ലിക്ക് പേരുകളുണ്ട്. ഉള്ളിയുടേതുപോലുള്ള കാണ്ഡമാണ് ഈസ്റ്റർ ലില്ലിക്കുള്ളത്. ഇതിൽ നിന്നും മുളച്ചു വരുന്ന കുഴലാകൃതിയിലുള്ള തണ്ടുകളിൽ പൂവ് വിരിയും. ഓരോ തണ്ടിലും 2 പൂക്കൾ വീതമുണ്ടാകും. വീടുകളിൽ ഈസ്റ്റർ ലില്ലി അലങ്കാര ചെടിയായി നട്ടുവളർത്തുന്നവരുമുണ്ട്. വർഷം മുഴുവൻ പൂക്കുമെങ്കിലും മാർച്ച്, ഏപ്രിൽ മാസങ്ങളിലാണ് ഇവ കൂടുതലായി പുഷ്പിക്കുന്നത്. അതിനാൽ തന്നെയാണ് ഇവയ്ക്ക് ഏപ്രിൽ ലില്ലി എന്നും ഈസ്റ്റർ ലില്ലി എന്നുമൊക്കെയുള്ള പേര് ലഭിച്ചത്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. സുഗന്ധഗിരി സ്പൈസസ് പ്രൊമോട്ടേഴ്സ് ആൻഡ് ട്രേഡേഴ്സ് ഏലക്കാലയിലെ വിവരം. ആകലോട്ട് 205, വിൽപ്പനയ്ക്ക് വന്നത് 47,141, വിൽപ്പന നടന്നത് 43,899, കൂടിയ വില 2,999, ശരാശരി വില 2,585. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 715 രൂപ, ഏലം കൂടിയ വില 2,450, ഏലം ശരാശരി വില 2,200. കാപ്പിപ്പരിപ്പ് 430, ഗ്രാമ്പു 750, കൊക്കോ 80, റബ്ബർ 180. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 8,945 രൂപ, വെള്ളി 110. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജില്ലയുടെ വികസന വഴി തെളിച്ച് അടിമാലി കുമളി ദേശീയപാതയുടെ നവീകരണം. പാത കടന്നുപോകുന്നത് ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര മേഖലകളിലൂടെയും വ്യൂ പോയിന്റുകളിലൂടെയും. NH 185 നവീകരണം പൂർത്തിയാകുന്നതോടെ വിനോദസഞ്ചാര മേഖല കൈവരിക്കുക പുത്തനുണർവ്. കട്ടപ്പന നഗരസഭയുടെ വിവിധ മേഖലകളിൽ മാലിന്യം നിക്ഷേപിക്കുന്നവരെ പിടികൂടാൻ നടപടിയുമായി അധികൃതർ. നഗരസഭയുടെ നേതൃത്വത്തിൽ വിവിധ മേഖലകളിൽ ഹൈ റെസൊല്യൂഷൻ ക്യാമറകൾ സ്ഥാപിച്ചു. ഇപ്പോൾ ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുന്നത് സ്ഥിരമായി മാലിന്യ നിക്ഷേപം നടക്കുന്ന മേഖലകൾ കേന്ദ്രീകരിച്ച്. പൂപ്പാറ ടൗണിൽ പാർക്ക് ചെയ്തിരുന്ന പിക്കപ്പ് വാഹനത്തിന്റെ ചില്ലുകൾ തകർക്കുകയും വാഹനത്തിനകത്ത് സൂക്ഷിച്ചിരുന്ന 2 ലക്ഷത്തോളം രൂപ നഷ്ടപ്പെട്ടതായും പരാതി. പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് ശാന്തൻപാറ സ്വദേശി പാറയ്ക്കൽ രാജേന്ദ്രൻ. പരാതി നൽകി ദിവസങ്ങൾ പിന്നിട്ടിട്ടും നടപടി സ്വീകരിക്കാൻ പോലീസ് തയ്യാറായില്ലെന്നും ആരോപണം. അപകടങ്ങൾ ഒഴിയാതെ ഹൈറേഞ്ചിലെ നിരത്തുകൾ. ഉപ്പുതറ വളകോട് പുളിങ്കട്ടയിൽ കാർ മറിഞ്ഞുണ്ടായ അപകടത്തിൽ 4 പേർക്ക് പരിക്ക്. പീരുമേട് കുട്ടിക്കാനത്തിന് സമീപം കാർ തലകീഴായി മറിഞ്ഞ അപകടം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.